ഇന്ത്യക്കാരൻ്റെയും അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സ് പാകിസ്ഥാന്റെ 9 ടെററിസ്റ്റ് ക്യാമ്പുകളിലേക്ക് നടത്തിയ അറ്റാക്കിന് നമ്മൾ നൽകിയ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. ഇനി വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജികളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ദിസ് ഈസ് ബേസിൽ. വെൽക്കം ടു I+ ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് കുറേ വാക്കുകൾ ഇവിടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ സം ആൻസേഴ്സ്. ഇതെല്ലാം ആൻസേഴ്സ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ചോദ്യം വരിക, പിന്നെ ആൻസേഴ്സ് എഴുതുക. ഇതങ്ങനെയല്ല. ഇത് ഇവിടെ എല്ലാം ആൻസേഴ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിലെ ചോദ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഇങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിവൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചോദ്യത്തിൽ നിന്ന് നമ്മൾ ഉത്തരത്തിലേക്കല്ല എത്തുന്നത്, ഉത്തരത്തിൽ നിന്ന് ചോദ്യങ്ങളിലേക്കാണ് എത്തുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് സ്റ്റാറ്റിക് GKകൾ അപ്ഡേറ്റ് ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. അതായത് നമ്മളുടെ മറക്കാനാവാത്ത ഒരു ദിവസമാണ് ഏപ്രിൽ 22, 2025 എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ചുകൊണ്ട് കുറച്ച് ഭീകരർ വന്ന് നമ്മളുടെ സാധാരണക്കാരായ സിവിലിയൻസിനെ പഹൽഗാമിൽ വെച്ച് അറ്റാക്ക് ചെയ്ത ദിവസമാണ് ഏപ്രിൽ 22, 2025 എന്ന് പറയുന്നത്. അതായത് ഈ ഡേറ്റിലെ ചോദ്യം എന്ന് പറയുന്നത് പഹൽഗാം അറ്റാക്ക് നടന്ന ദിവസം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കണം അത് ഏപ്രിൽ 22, 2025 എന്നുള്ളത്. ഇനി നിങ്ങൾക്കിവിടെ മറ്റൊരു ഡേറ്റ് കാണാം, ഏപ്രിൽ 23, 2025. എന്താണ് ഏപ്രിൽ 23, 2025 പ്രത്യേകത എന്നുള്ളത്? പാകിസ്ഥാന്റെ ഭീകരർ നമ്മളെ ഏപ്രിൽ 22, 2025 പഹൽഗാം അറ്റാക്ക് നടത്തിയെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യ പാകിസ്ഥാന് ഒരു തിരിച്ചടി കൊടുത്തു. അത് ഒരു സൈനിക ഓപ്പറേഷൻ അല്ലായിരുന്നു, ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ഒരു അറ്റാക്കായിരുന്നു പാകിസ്ഥാന് മുകളിൽ നമ്മൾ നൽകിയത്. അതായത് നമുക്കറിയാം പാകിസ്ഥാന്റെ ലൈഫ് ലൈൻ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നാഷണൽ റിവർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇൻഡസ് ആണ്. നമ്മൾ മലയാളത്തിൽ സിന്ധു നദി എന്ന് പഠിക്കുന്ന നമ്മളുടെ ഇൻഡസ്. പാകിസ്ഥാന്റെ ഈ ഇൻഡസുമായിട്ട് നമുക്കൊരു ട്രീറ്റിയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലോട്ട് പോകുകയാണെങ്കിൽ, അതായത് 1960 സെപ്റ്റംബർ 19 എക്സാമിനേഷന് ചോദിക്കും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇൻഡസ് ട്രീറ്റിയിൽ ഒപ്പിട്ട ദിവസം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1960 സെപ്റ്റംബർ 19 നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇൻഡസ് ട്രീറ്റിയിൽ ഒപ്പിട്ടത്. ഈ ഇൻഡസ് ട്രീറ്റിയാണ് നമ്മളുടെ പഹൽഗാം അറ്റാക്കിന്റെ പിറ്റേ ദിവസം നമ്മളൊരു ജലബോംബായിട്ട് പാകിസ്ഥാന് കൊടുത്ത ആ ഡേറ്റ് ആണ് ഏപ്രിൽ 23, 2025 എന്ന് പറയുന്നത്. അതായത് 1960 സെപ്റ്റംബർ 19 നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രസിഡന്റായ മുഹമ്മദ് അയൂബ് ഖാനും കൂടി നൽകിയ എഗ്രിമെന്റിലൂടെ ഉണ്ടായി വന്ന ഇൻഡസ് ട്രീറ്റി നമ്മൾ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ച ദിവസമാണ് പഹൽഗാം അറ്റാക്കിന്റെ പിറ്റേ ദിവസമായ 2025 ഏപ്രിൽ 23. എക്സാമിന് സ്വാഭാവികമായി നമ്മളോട് ചോദിക്കുന്നത് ഇൻഡസ് ട്രീറ്റിയുടെ ഡേറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇറ്റ് ഈസ് ഇൻ 1960 സെപ്റ്റംബർ 19. ആരായിരുന്നു ഈ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത്? ഇത് പഠിക്കാൻ നമ്മൾ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ പ്രധാനമന്ത്രിമാരുടെ ക്രോണോളജിക്കൽ ഓർഡേഴ്സ് അനുസരിച്ച് അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്കറിയാം 1947 നമ്മളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്നു. നെഹ്റുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചത് നമ്മളുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. അതായത് ലോകത്തിൽ നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആദ്യമായിട്ട് നമ്മൾ ഈ 1947 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു പണ്ഡിറ്റ് നെഹ്റു. നമ്മുടെ ഏറ്റവും നീളം കൂടിയ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഏറ്റവും
ദൈർഘ്യം കൂടിയ പ്രധാനമന്ത്രി, ലോങ്ങസ്റ്റ് ടെന്യൂർ എന്നൊക്കെയുള്ള ചോദ്യത്തിൽ നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നത് പണ്ഡിറ്റ് നെഹ്റുവാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഭരിച്ച വിദേശ യൂറോപ്യൻ ശക്തി ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് പോർച്ചുഗീസുകാരാണ്. 1498 വാസ്കോ ഡ ഗാമ വന്നതിന് ശേഷം 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി, 50 ഇന്ത്യ റിപ്പബ്ലിക്കായി. എന്നിട്ടൊന്നും അവർ പോയില്ല. 1961 ഗോവ ലിബറേഷനിലൂടെ നമ്മൾ അവരെ ഗോവയിൽ നിന്ന് മാറ്റി. ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഓപ്പറേഷനൊക്കെ നമ്മൾ അവിടെ ഉപയോഗിച്ചു. ഗോവ ലിബറേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു. തൊട്ടടുത്ത വർഷം നമ്മൾ ചൈനയുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഇൻഡോ ചൈന വാർ സമയത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചത് പണ്ഡിറ്റ് നെഹ്റു തന്നെയായിരുന്നു. 1960 സെപ്റ്റംബർ 19 പാകിസ്ഥാനുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ടപ്പോഴും, ഇൻഡസ് ട്രീറ്റിയുമായി ഒപ്പിട്ടപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി എന്തായാലും 61-ലും 62-ലും നെഹ്റു ആണെങ്കിൽ 60-ലും നെഹ്റു തന്നെ ആയിരിക്കുമല്ലോ. സോ യു കൻ ഈസിലി കണക്ട് ആറ്റ് ഇറ്റ് ഈസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആൻഡ് ഹൂ വാസ് ദ പ്രസിഡന്റ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം? ആ സമയത്ത് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആരായിരുന്നു? പാകിസ്ഥാന് വേണ്ടി ആ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത് മുഹമ്മദ് അയൂബ് ഖാനാണ്. അയൂബ് ഖാൻ. ഈ അയൂബ് ഖാനെ നമ്മൾ പിന്നീടും ഒരു എഗ്രിമെന്റിൽ വെച്ച് അയൂബ് ഖാനെ കാണുന്നുണ്ട്. അതായത് 1966 ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റലായ താഷ്കണ്ടിൽ വെച്ച് ഇന്ത്യ താഷ്കണ്ട് എഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്നുണ്ട്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യമുള്ള, വിദേശത്ത് വെച്ച് മരിച്ച ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നമ്മളുടെ ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹവും പാകിസ്ഥാന്റെ പ്രസിഡന്റായ മുഹമ്മദ് അയൂബ് ഖാനും തമ്മിൽ 1966 ഒപ്പിട്ട എഗ്രിമെന്റിന്റെ പേരാണ് താഷ്കണ്ട് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. 1960 സെപ്റ്റംബർ 19 ഇൻഡസ് എഗ്രിമെന്റിൽ ഒപ്പിട്ടപ്പോഴും പാകിസ്ഥാന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്നത് മുഹമ്മദ് അയൂബ് ഖാൻ ആയിരുന്നു. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ എഗ്രിമെന്റ് ആണ് നമ്മൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് നമ്മൾ പഹൽഗാം അറ്റാക്കിന് ഒരു മറുപടി നൽകിയത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2025 മെയ് 7 പ്രത്യേകത. 2025 മെയ് 7 നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ നടത്തി. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയും സംയുക്തമായിട്ടാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സുകൾ ഈ പറയുന്ന ഓപ്പറേഷനിലേക്ക് എത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ 9 ടെററിസ്റ്റ് ക്യാമ്പുകളെയാണ് നമ്മൾ ആക്രമിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയും സംയുക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും എക്സാമുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ പറയുന്ന നമ്മളുടെ ഫോഴ്സുകളുടെ പ്രധാനപ്പെട്ട ആളുകളെയാണ്. നമുക്കറിയാം, എല്ലാ ഫോഴ്സുകളുടെയും സുപ്രീം ചീഫ് കമാൻഡർ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ എന്നറിയപ്പെടുന്ന നമ്മളുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. ഇനി ഓരോ ഫോഴ്സുകൾക്കും നമുക്ക് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. ഇവരുടെ പേര് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആദ്യം നോക്കേണ്ട പേര് എന്ന് പറയുന്നത് ജനറൽ അനിൽ ചൗഹാന്റെയാണ്. ആരാണ് ജനറൽ അനിൽ ചൗഹാൻ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ CDS ആണ് നമ്മളുടെ ജനറൽ അനിൽ ചൗഹാൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പ്രത്യേകത, ഇന്ത്യൻ ആർമിയുടെ ചീഫാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ ആർമിയുടെ സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. എന്നാണ് നമ്മൾ ഇന്ത്യൻ ആർമിയുടെ ആഘോഷിക്കുന്നത് എന്നുള്ളത്? ജാനുവരി 15 നമ്മൾ ഇന്ത്യൻ ആർമിയുടെ ആഘോഷിക്കുന്നത്. സോ ഇന്ത്യൻ ആർമിയുടെ ചീഫാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്ത ഉത്തരം നമ്മൾ നോക്കുന്നത് അജിത് ഡോവലിനെ കുറിച്ചാണ്. ആരാണ് അജിത് ഡോവൽ? ഇന്ത്യയിൽ സാധാരണഗതിയിൽ സ്ഥിരമായി ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലായ്പ്പോഴും ന്യൂസ് ടൈറ്റിലുകൾ കാണുന്ന വ്യക്തിയാണ് ഈ അജിത് ഡോവൽ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവാണ് നമ്മളുടെ അജിത് ഡോവൽ. അജിത് ഡോവലിന്റെ കൈകളിൽ പങ്കില്ലാത്ത ഒരു അറ്റാക്കുകളും ഇന്ത്യ നടത്താറില്ല. അത്രക്ക് പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അജിത് ഡോവൽ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ അടുത്തതായി നോക്കുന്നത് അഡ്മിറൽ ദിനേശ്
ത്രിപാഠിയെ കുറിച്ചാണ്. അഡ്മിറൽ ദിനേശ് ത്രിപാഠി, ഇന്ത്യൻ നേവിയുടെ ചീഫാണ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി എന്ന് പറയുന്നത്. നമ്മളുടെ നേവി ഡേ എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കുന്നത് ഡിസംബർ 4 തീയതിയാണ്. നേവി ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഡിസംബർ 4 തീയതി ഒരു പ്രത്യേകതയുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഡിസംബർ 4 തീയതി നമ്മൾ നേവി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്? കുറച്ച് വർഷങ്ങൾക്ക് മുൻപോട്ട് പോകുകയാണെങ്കിൽ 1971 ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഇന്നത്തെ നമ്മളുടെ ബംഗ്ലാദേശിനെ ബംഗ്ലാദേശ് ആക്കിയതിന്റെ പിന്നിൽ ഇന്ത്യ ആയിരുന്നു. അതായത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഷീ ഈസ് നോൺ ആസ് ദ അയൺ ലേഡി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഫസ്റ്റ് വിമൻ ഹു ബിക്കെയിം ദ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഫസ്റ്റ് വിമൻ ഹു ബിക്കെയിം ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ ഇന്ദിരാഗാന്ധിയാണ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചത്. അന്ന് ബംഗ്ലാദേശിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ ലാഹോർ പോർട്ട് ഇന്ത്യൻ നേവി ആക്രമിക്കുന്ന ദിവസമാണ് ഈ ഡിസംബർ 4 എന്ന് പറയുന്നത്. 1971 ഡിസംബർ 4 ലാഹോർ പോർട്ട് നമ്മൾ തകർത്തതോടെ പാകിസ്ഥാൻ പരാജയം മണത്തു തുടങ്ങിയിരുന്നു. ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഈ ഡിസംബർ 4 ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതോടുകൂടി ഡിസംബർ 4 ഇന്ത്യൻ നേവിയുടെ ആയിട്ട് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങി. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിനെ കുറിച്ചാണ്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫാണ്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് എയർഫോഴ്സിന്റെയും എക്സാമുകൾക്ക് നമുക്ക് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. സോ യു ജസ്റ്റ് ഇമാജിൻ, അതായത് നമുക്ക് 18 വയസ്സാകുമ്പോൾ നമ്മൾ ബൈക്കിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 8 എല്ലാവർക്കും ഓർമ്മയുണ്ടാകും 8 എടുക്കുന്നത്. സോ നമ്മളൊരു ഫ്ലൈറ്റ് വെച്ച് 8 കറക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കി. പകുതി ഈ 8ന്റെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി. നമുക്ക് എളുപ്പത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ആൻസർ എഴുതാൻ പറ്റും. ഒക്ടോബർ 8 എന്ന് പറയുന്നത് നമ്മൾ എയർഫോഴ്സ് ഡേ ആണ്. സോ ഒക്ടോബർ 8 എയർഫോഴ്സ് ഡേ, ഡിസംബർ 4 എന്ന് പറയുന്നത് നമ്മളുടെ നേവി ഡേ, ജാനുവരി 15 എന്ന് പറയുന്നത് നമ്മളുടെ ആർമി ഡേ. സോ ദിസ് ഈസ് ദ പാറ്റേൺ ദാറ്റ് വി ഡിസ്കസ് ഫ്രം ദ ആൻസേഴ്സ്. ഇനി നമുക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷനായ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട എക്സാമുകൾക്ക് ചോദിക്കുന്ന മറ്റ് 2 ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു 2025 മെയ് 7 തീയതി പാകിസ്ഥാന്റെ 9 ഭീകര ക്യാമ്പുകളിലേക്കായിരുന്നു നമ്മളുടെ മിസൈൽ നമ്മൾ വീക്ഷിച്ചത്. ഏതായിരുന്നു ആ മിസൈൽ? ഏതാണ് ആ മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിസൈലിന്റെ പേരാണ് സ്കാൽപ് മിസൈൽ എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാന്റെ ടെററിസ്റ്റ് ക്യാമ്പുകൾ തകർത്ത ഇന്ത്യയുടെ മിസൈലിന്റെ പേര് സ്കാൽപ് മിസൈൽ എന്നുള്ളതാണ്. സോ ഈ സ്കാൽപ് മിസൈല് ഇന്ത്യ എങ്ങനെയാണ് ഈ സ്കാൽപ് മിസൈൽ ഇന്ത്യ വിക്ഷേപിച്ചത്? അതായത് ലൈൻ ഓഫ് കൺട്രോൾ ടെക്നിക്കലി ക്രോസ് ചെയ്യാതെ നമ്മളുടെ റാഫേൽ ജെറ്റ് വിമാനത്തിൽ നിന്നാണ് നമ്മൾ ഈ സ്കാൽപ് മിസൈൽ വിക്ഷേപിച്ചത്. റാഫേൽ എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ റാഫേൽ ജെറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ആരുമായിട്ടാണ് ഈ റാഫേൽ ജെറ്റ് വിമാന കരാർ ഒപ്പിട്ടത്? അതായത് ഏത് രാജ്യത്തു നിന്നാണ് നമുക്ക് ഈ റാഫേൽ ജെറ്റ് വിമാനം കിട്ടിയത്? ആ ഏത് രാജ്യമാണ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾ തന്നെ പറയൂ, ഏത് വിമാനത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ നിന്നാണ് ഈ വിമാനം നമ്മൾക്ക് കിട്ടിയത് എന്നുള്ളത്. സോ പാരീസ് ഏത് രാജ്യത്തിന്റെ ക്യാപിറ്റലാണ്? ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് സ്പോട്ടായ സ്ഥലമാണ് പാരീസ്. പാരീസ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ക്യാപിറ്റലാണ്. സോ ഫ്രാൻസിന്റെ കറൻസി എന്നറിയപ്പെടുന്നത് യൂറോ ആണ്. ഫ്രാൻസിന്റെ കറൻസി യൂറോ ആണ്. അതായത് നമ്മൾ നാഷണൽ ലെവൽ എക്സാമുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ലെവൽ എക്സാമുകൾക്ക് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു രാജ്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ ക്യാപിറ്റൽ, ആ രാജ്യത്തിന്റെ കറൻസി, ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തി, അതായത് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് ഇമ്മാനുവൽ മാക്രോൺ. അദ്ദേഹം നമ്മളുടെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേയിലെ പ്രധാനപ്പെട്ട അതിഥി കൂടിയായിരുന്നു നമ്മളുടെ ഇമ്മാനുവൽ മാക്രോൺ എന്ന് പറയുന്നത്. സോ ഈ ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ റഫേൽ വിമാനം വാങ്ങിച്ചത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഫ്രാൻസുമായിട്ട് വീണ്ടും നമ്മൾ ഒരു കരാറിൽ ഒപ്പിടുന്നുണ്ട്. അതായത് റഫേൽ വീണ്ടും വാങ്ങിക്കാനായിട്ട് നമ്മൾ ഈ 28 തീയതി, ഏപ്രിൽ 28 തീയതി നമ്മൾ വീണ്ടും ഫ്രാൻസുമായിട്ട് ഒരു കരാർ ഇന്ത്യൻ നേവി നമ്മൾ നടത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പാകിസ്ഥാനിലാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളത്. സോ പാകിസ്ഥാന്റെ ക്യാപിറ്റൽ സ്വാഭാവികമായി നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. പാകിസ്ഥാന്റെ ക്യാപിറ്റൽ ഇറ്റ് ഈസ് ഇസ്ലാമാബാദ്.
പാകിസ്ഥാന്റെ കറൻസി എന്ന് പറയുന്നത് റുപ്പിയാണ്. ഇന്ത്യയുടെ റുപ്പി അല്ല, പാകിസ്ഥാൻ റുപ്പി എന്നറിയപ്പെടുന്നതാണ്. പാകിസ്ഥാൻ റുപ്പി ആണ് പാകിസ്ഥാന്റെ കറൻസി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, നിലവിൽ പാകിസ്ഥാന്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് ആസിഫ് അലി സർദാരി. യു മേ ബി ഫെമിലിയർ വിത്ത് ആസിഫ് അലി സർദാരി. ആസിഫ് അലി സർദാരി ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവാണ്. ഭൂട്ടോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ബേനസീർ ഭൂട്ടോ. സോ ഫസ്റ്റ് വിമൻ ഹു ബിക്കെയിം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബേനസീർ ഭൂട്ടോ ആണ്. ആ ബേനസീർ ഭൂട്ടോയുടെ ഹസ്ബൻഡാണ് ആസിഫ് അലി സർദാരി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്ത 2 എഗ്രിമെന്റുകളായിരുന്നു. ഒന്ന് നമ്മളുടെ ഇൻഡസ്ട്രി ടീം, ഒന്ന് ടാഷ്കണ്ട് എഗ്രിമെന്റും. ഭൂട്ടോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് നമ്മളുടെ ബേനസീർ ഭൂട്ടോയുടെ പിതാവ് എന്ന് പറയുന്നത് സുൽഫിക്കർ അലി ഭൂട്ടോയാണ്. സുൽഫിക്കർ അലി ഭൂട്ടോയും നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായ നമ്മളുടെ ഇന്ദിരാഗാന്ധിയുമായിട്ട് ഒരു എഗ്രിമെന്റിൽ ഒപ്പിട്ടു. എഗ്രിമെന്റിന്റെ പേര് എന്ന് പറയുന്നത് ഷിംല എഗ്രിമെന്റ് എന്നുള്ളതാണ്. 1972 ഈ ഷിംല എഗ്രിമെന്റിൽ ഒപ്പിട്ടത്. അതായത് നമ്മൾ ഇൻഡസ് ട്രീറ്റി ക്യാൻസൽ ചെയ്തപ്പോൾ പാകിസ്ഥാൻ നമ്മളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത് ഈ നമ്മളുടെ ഷിംല എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യും എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ഇതുവരെ ഷിംല എഗ്രിമെന്റ് പാകിസ്ഥാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല. ഷിംല എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോ ആയിരുന്നു, പാകിസ്ഥാന്റെ പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയൺ ലേഡിയായ ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതുപോലെ ആൻസേഴ്സ് എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങൾ ചോദ്യത്തിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ ചെയ്താലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ഒരിക്കൽ കൂടി റിവിഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചോദ്യത്തിൽ നിന്ന് ഉത്തരത്തിലേക്കല്ല നമ്മൾ പോയത്, ഉത്തരത്തിൽ നിന്ന് ചോദ്യത്തിലേക്കാണ്. സോ ഡു പ്രാക്ടീസ് ദിസ് മെത്തേഡ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.